സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാ ജനങ്ങളും ഇന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തന്നിട്ട് എന്തായാലും നമുക്ക് നേരെ ബാക്കി വീഡിയോയിലേക്ക് പോവാം. ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പിണറായി വിജയൻ ഇവിടെ ചെയ്തത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അധികാരത്തിൽ യുഡിഎഫ് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കുന്നതാണ്. ഒരു വീഡിയോ എന്തായാലും കാണണ്ടേ? കണ്ടു നോക്കാം. മലയാളികള് ഇന്ന് 3.5 കോടി മലയാളിയും കൂടെ ചേർന്ന് ഇവിടുത്തെ യുഡിഎഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി 102 സീറ്റ് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന മലയാളി മണ്ടന്മാരൊന്നുമല്ല നമ്മളാരും. ഇതിനകത്ത് അഴിമതി, EVM, വോട്ട് ക്രമക്കേട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇന്നത്തെ ഈ വരുന്ന ഈ പ്രവൃത്തികളും ഇവരുടെ ഈ ഡീലും ഈ കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസ് ക്ലബ് സെക്രട്ടറി, ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് ലോക്ഭവനിൽ നിന്ന് റിട്ടയർഡ് ആയ നേതാക്കന്മാര്, ഇവിടുത്തെ സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാറുകാരെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ പിന്നെ മലയാളി എന്ത് വിചാരിക്കുന്നു? കണ്ടില്ല, ആ ചേട്ടൻ സത്യങ്ങൾ തുപ്പുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. കാരണം ഈ BJP ഒരു പരിധിയെന്നല്ല, BJP ഈ പറയുന്ന കേരളത്തിലേക്ക് അവരുടെ ഒരു കാലോ അല്ലെങ്കിൽ അവരുടെ ഒരു നിഴലോ അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയൊരു നോട്ടം പോലും വീഴാത്ത രീതിയിൽ കേരളത്തിനെ ഒരു അമ്മക്കോഴി കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തുന്ന പോലെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് എടുത്തു മാറ്റി പ്രതിപക്ഷ നേതാവ് ആക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെ പ്രതിപക്ഷ നേതാവ് ആക്കാനും സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചത് പിണറായിസം തീരുന്നതോടുകൂടി, അല്ലെ പിണറായി വിജയനെ ഈ പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നതോടുകൂടി ഞങ്ങൾക്ക് കളമുണ്ടല്ലോ, ഞങ്ങൾക്ക് മെഴുകാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ആണല്ലോ എന്നൊക്കെയാണ്. എന്നാൽ ഇവരാരും വിചാരിച്ചില്ല പിണറായി വിജയൻ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തിരികെ വരുമെന്നുള്ളത്. ആ പിണറായി വിജയനെ തോൽപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് മുൻപിലേക്ക് തന്നെയാണ് അയാൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പുതിയതായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുമെന്ന് അറിഞ്ഞ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ? ക്യാപ്സ്യൂള് പോലെ ഓരോ മണിക്കൂറുകളിലും ഓരോ ഇടവിട്ട് വാർത്തകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം. 24 ന്യൂസൊക്കെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് കേട്ടോ. അതായത് രാവിലെ ഒരു പോസ്റ്റ് ഇടും, ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ ഓഫീസിൽ ഈ പ്രതിഷേധം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ അവർക്ക് വിയോജിപ്പ്. എന്നാൽ ഉച്ചയാകുമ്പോൾ വീണ്ടും അടുത്ത് വരും, പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് വരും. പിന്നീട് വരുമ്പോൾ ഇടുക്കി ഏരിയ കമ്മിറ്റിയാവും. അങ്ങനെ ഓരോ ജില്ലകളും ഇങ്ങനെ തെണ്ടി നടന്ന ഓരോ വാർത്തകളും കുത്തിപ്പൊക്കിക്കൊണ്ട് ഇവർ വരും. എന്നാൽ ആ ഒരു ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകൾക്കൊന്നും ഈ കാര്യങ്ങളെപ്പറ്റി ഒരു അറിവുമില്ല. അങ്ങനെ മാപ്രകൾ ഒരു ഈ പറയുന്ന ക്യാപ്സ്യൂൾ പോലെ വൃത്തികെട്ട രീതിയിൽ ഓരോ പരാമർശങ്ങളും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം ശ്രീകണ്ഠൻ നായർ അടക്കം ഈ പറയുന്ന കൊങ്ങികൾക്ക് വേണ്ടി മെഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം വന്നതിന് ശേഷം പിണറായി വിജയൻ ഏതവനൊക്കെ വന്നാലും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ മതി എന്ന് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ടാവുകയും ആ മനുഷ്യനെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിമാരിൽ എല്ലാ ആളുകൾക്കും ഒരു ആരാധന തോന്നുന്ന, അല്ല ഒരു സെലിബ്രിറ്റി വാല്യൂ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മനുഷ്യൻ അത് പിണറായി വിജയൻ തന്നെയായിരിക്കും. ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരോടും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ കാണാറുള്ളത്. എന്തോ ഒരു പ്രത്യേകത നിറഞ്ഞൊരു മനുഷ്യനെ കാണുന്നത് പോലെ, അങ്ങനെ ഒരു പ്രത്യേക ഓറയുണ്ട് ആ മനുഷ്യന്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലും ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാനായിട്ടും സംഘികൾക്കെതിരെ പോരാടി നിൽക്കാനുമായിട്ടുള്ള ഒരു ഗട്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രായത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവുള്ളൂ. കാരണം ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് പറയാം, RSS അല്ലെങ്കിൽ സംഘികൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ രോമത്തിൽ തൊടത്തില്ല, അവന്മാരോട് പോകാൻ പറ, പോടാ പുല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ചോരത്തിളപ്പെല്ലാം കഴിഞ്ഞ് ഒരു പ്രായമൊക്കെ ആവുന്ന സമയത്ത് ഒതുങ്ങിക്കൂടി ഒരു സ്വൈര്യ ജീവിതം നയിക്കാനായിട്ടായിരിക്കും എല്ലാവരും ശ്രമിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നെന്ന് പറഞ്ഞാലും അവരും അവരുടെ സുഖജീവിതം നയിച്ചു പോകാനല്ലേ ശ്രമിക്കുള്ളൂ. ഒരു നാടിൻ്റെ ക്യാപ്റ്റനായിട്ട്, അല്ലെങ്കിൽ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞാലും അയാളെല്ലാം മര്യാദയ്ക്ക് പോകാനേ നോക്കുള്ളൂ. പക്ഷേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, അത് സംഘികൾ വന്നാലും കൊങ്ങികൾ വന്നാലും ഇനി ഏതവൻ വന്നാലും അവരുടെയൊക്കെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നിട്ടേ ഉള്ളൂ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അപ്പം അങ്ങനെ ഈ കഴുകന്മാർക്ക് കയറി കൊത്താനായിട്ട്, അല്ലെ കഴുകന്മാർക്ക് കയറി പറക്കാനായിട്ട് കേരളത്തിൽ ഒരു അവസരം കൊടുക്കാതിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്ന സമയം, ആ സമയങ്ങൾ മാറിയിട്ട് ഇന്ന് കോൺഗ്രസ് വന്നിരിക്കുകയാണ് ഒരു സഖ്യം ചേർന്നുകൊണ്ട്, അല്ലെ ഒരു ഡീൽ ഉണ്ടാക്കിക്കൊണ്ട്. എന്താണ് ആ ഡീല്? ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വരുന്നതോടുകൂടി നിങ്ങൾക്കൊരു 3 സീറ്റ് ഞങ്ങൾ തരാം. ആ 3 സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നൈസായിട്ട് കയറി ഓരോ കാര്യങ്ങളും ചെയ്യാം. ഞങ്ങൾ ഒന്നിലും ഇടപെടാൻ വരില്ല. ഞങ്ങൾക്ക് വേണ്ടത് നല്ലതുപോലെ തന്നു കഴിഞ്ഞാൽ, ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ഞങ്ങളുമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം സുഖമായിട്ട് പോവാം.
എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു? ഇത് പറയുമ്പോൾ ചില ആളുകൾ വേണമെങ്കിൽ വേറെ രീതിയിൽ മെഴുകാൻ വരാം. എങ്ങനെ മെഴുകാൻ വന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കണം. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ഒരാൾ പോലും വിഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ കേന്ദ്രത്തിലിരിക്കുന്ന ഒരാൾ പോലും വിഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയില്ല. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. ഈ വർഗീയവാദികളുടെ ഒരു വിഷിന്റെ ആവശ്യമില്ല. എന്നാൽ വി.ഡി. സതീശന്റെ ബർത്ത്ഡേ വന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അതെല്ലാം ഒരു ഒരു മാനുഷിക പരിഗണന എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാം. ഇതിന് മുൻപും കുറേ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആർക്കും ഈ ഒരു വിഷയമൊന്നും കിട്ടിയിട്ടില്ല. അതും പോട്ടെ, തള്ളിവിട്ടേക്കാം. പിന്നെ വരുമ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിസുര ഉണ്ടല്ലോ, സുരേന്ദ്രണ്ണൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് ഞങ്ങൾ മെയിൻലി ഈ പറയുന്ന കോൺഗ്രസിനെ വിജയിപ്പിച്ചത് തന്നെ, നിങ്ങൾ ആ ഒരു പോയിന്റ് എടുത്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കോൺഗ്രസിനെ വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തിച്ചത് തന്നെ ഈ പിണറായി വിജയനെ തോൽപ്പിച്ച് കളയാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. സത്യം എങ്ങനെയോ വായിൽ നിന്ന് ഇങ്ങ് വിട്ട് വീണ് പോയതാണ്. എന്നാലും ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നേരെ ആ വീഡിയോയിലൂടെ പോവാം. 10 വർഷം കൊണ്ട് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുഡിഎഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. മോദിയുടെ ഔദ്യോഗിക വസതിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. പരിശോധന കണ്ടില്ലേ? ഇതിൽ നിങ്ങൾ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സതീശൻ ആദികൾ കളിച്ച കളികളാണ്. സതീശൻ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ വാക്കാണല്ലോ വലുത്, വാക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോഡിഫിക്കേഷൻ ഒന്നും നടക്കില്ല എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടു. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് യുവജനതയെ അല്ലെങ്കിൽ ഈ പറയുന്ന യുവത്വങ്ങളെ എല്ലാം കയ്യിലെടുക്കാനായിരുന്നു ഇവരുടെ ശ്രമം. എല്ലാം വെറും പാഴ്വാക്കാണെന്നുള്ളത് നമ്മൾ തലച്ചോറുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. തലയിൽ ചാണകമുള്ള അല്ലെങ്കിൽ തലച്ചോറിന് പകരം ചകിരിച്ചോറിരിക്കുന്ന ആളുകൾക്കൊന്നും അപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ UDF എന്തോ മല മറിച്ച് കൊടുക്കും എന്നുള്ളത്. ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എഴുതി വെച്ച് തരാം, ഒരു കോപ്പും ഇവർ പറഞ്ഞതുപോലെ ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. LDF ഇവിടെ എന്തായിരുന്നു ചെയ്തത്? 100% അല്ലെ 100 കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നിടത്ത് ആ 100-ൽ 95% അല്ലെ 95 കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. അധികാരത്തിൽ നിന്ന് ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത് ഈ പറയുന്ന 95 കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ്. ഒന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നുണ്ടെങ്കിൽ, ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ പിണറായി വിജയനും കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു പാർട്ടിക്ക് ഇനിയും നമുക്കിവിടെ നിലനിന്ന് പോകാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുമായിരുന്നു. വെറുതെ ഒരു ചിരി ഇരിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിണറായി വിജയനെ എവിടെ കണ്ടാലും കൂവി തോൽപ്പിക്കാനായിട്ട് കുറേ കുറുക്കന്മാരുടെ മക്കളും ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ പോകുന്നിടത്തെല്ലാം പോയി കൂവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയന് ജന്മനാട്ടിൽ ഒരു സ്വീകരണം ഇന്ന് കിട്ടുന്ന ഒരു കാഴ്ചയും കൂടെ ഞാൻ കാണാനിടയുണ്ടായി. ആ ഒരു ജന്മനാട്ടിലേക്ക് പിണറായി വിജയൻ ചെല്ലുന്ന സമയത്ത് അവിടെ വൻ വരവേൽപ്പാണ്. പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യത്തെ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഹീം എന്ന് പറയുന്ന ഒരാൾ, നമുക്കറിയാം ജയിലിൽ തടങ്കലിലായിരുന്ന ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ സംഘവും ഒക്കെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിനെ പിണറായി വിജയൻ വീഡിയോ കോളിലേക്ക്, അല്ലെങ്കിൽ ആ സഖാവ് വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. എന്തായാലും ജന്മനാട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകരണം അത് ഞാൻ കാണിച്ചു തരാം. പിണറായി വിജയൻ ജന്മനാട്ടിൽ ഇടതുമുന്നണിയുടെ സ്വീകരണത്തിനായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പിണറായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കരുത്തുറ്റ സാരഥി അല്ലെങ്കിൽ കരുത്തുറ്റൊരു നേതാവ് എന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. കാരിരുമ്പിൻ്റെ മനസ്സും അല്ലെങ്കിൽ കാരിരുമ്പിൻ്റെ ശക്തിയുമൊക്കെ ഉള്ളൊരു മനുഷ്യനെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതവനൊക്കെ എന്തൊക്കെ വന്ന് മെഴുകിയാലും ഒരു സംഖ്യശക്തികൾക്കും മെഴുകാൻ വേണ്ടിയിട്ട് കേരളത്തിനെ വിട്ടുകൊടുക്കാത്ത, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വേണമെങ്കിൽ എടുത്തു പറയാം. ഇപ്പോൾ കേരളത്തിനെ നമ്പർ 1 ആക്കി, ആരോഗ്യ മേഖലയെ നമ്പർ 1 ആക്കി, മറ്റുള്ള പല മേഖലകളെ നമ്പർ 1 ആക്കി. ഇതൊന്നും ഒരു വികസനമായിട്ട് നമ്മൾ എടുക്കണ്ട. പക്ഷേ ഈ കേരളത്തിൽ മെഴുകാനായിട്ട് സംഘികൾക്കൊരു അവസരം കൊടുത്തില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിക്കുന്ന രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാതിരുന്നത് പിണറായിസം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്.
അപ്പോൾ നമുക്ക് ആ റഹീമിനെ മുഖ്യമന്ത്രി വിളിക്കുന്നൊരു, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി റഹീമിനെ വിളിക്കുന്നൊരു കാഴ്ച കൂടെ കണ്ടാലോ? സാറേ നമസ്കാരം. കണ്ടത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് ഉമ്മാനത് കണ്ടില്ലേ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരും അത് പറയുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ള സന്തോഷം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ചിരിക്കാത്ത മനുഷ്യൻ, കർക്കശ സ്വഭാവമുള്ളവൻ, വൃത്തികെട്ടവൻ, ഏകാധിപതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെഴുകിയിരുന്നൊരു മനുഷ്യനാണ് ഇന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊരിക്കലും അദ്ദേഹത്തിന് ഇനി അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെരുമാറേണ്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. എല്ലാവരെയും ചിരിച്ച് കാണിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാപട്യത്തിൻ്റെ പ്രതീകമാണ് വി ഡി സതീശൻ. ആ കാപട്യം എനിക്കില്ല. ഞാൻ ഈ നാട്ടിൽ ഈ ജനങ്ങളോടൊപ്പം അവരുടെ എല്ലാ ആവശ്യ സമയങ്ങളിലും അവരോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നായിരുന്നു പിണറായി വിജയൻ സഖാവ് എടുത്തു പറഞ്ഞത്. അപ്പോൾ കാപട്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് വി ഡി സതീശൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള മനുഷ്യൻ സംഘികളുടെ മെഴുകലുകളിനെയൊക്കെ, ആ ഒരു മെഴുകലുകളെ എല്ലാം ഒരു എന്താ പറയുക, ചിരികൊണ്ട് നേരിട്ട്, അല്ലെ അവർക്ക് കൊടുക്കേണ്ട മറുപടികളിൽ കൂടി എല്ലാം ലൈവായിട്ട് തന്നെ പബ്ലിക്കിൽ തന്നെ കൊടുത്തൊരു മനുഷ്യൻ കൂടിയായിരുന്നു പിണറായി വിജയൻ. ആണത്തം ആരുടെയും മുന്നിൽ പണയം വെക്കാത്ത, നട്ടൽ ആരുടെയും മുന്നിൽ കുമ്പിട്ട് കുനിഞ്ഞു നിൽക്കാത്തൊരു മനുഷ്യൻ കൂടിയായിരുന്നു. അതായത് എവിടെയാണോ എളിമ കാണിക്കേണ്ട അവിടെ എളിമ കാണിക്കും, എവിടെയാണോ ബഹുമാനം കൊടുക്കേണ്ട അവിടെ ബഹുമാനം കാണിക്കും. ഇങ്ങോട്ട് ബഹുമാനമില്ലെങ്കിൽ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം, അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ആ ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വീഡിയോ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുക, ജനങ്ങൾ വരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തലയിൽ തലച്ചോറുള്ള ജനങ്ങൾ, എല്ലാവരും അല്ല, തലച്ചോറുള്ള ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തായിരുന്നു പിണറായി വിജയൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പിണറായിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഈ നാട്ടിൽ നിന്ന് വേരോടെ എടുത്ത് കളയാനായിട്ട് ജനങ്ങൾക്ക് സാധിച്ചത്, അല്ലെങ്കിൽ അത് ജനങ്ങൾ തന്നെയാണോ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ടിട്ടാണല്ലോ ഇവർ കിടന്ന് മെഴുകുന്നത്. ഇവർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ പറയുന്ന വിജയിക്കുന്നതിന് മുൻപ് തന്നെ പ്ലാനിങ് തുടങ്ങി. മുഖ്യമന്ത്രിക്ക് ആവാനുള്ള ആളുകളുടെ അടി തുടങ്ങി, പിന്നെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അടി തുടങ്ങി, പിന്നീട് എത്ര കാര്യങ്ങളാണ്, പ്രവചനങ്ങളൊക്കെ വരുന്നത്. പ്രവചന സിംഹമായിട്ട് വി ഡി സതീശൻ മാറുന്നു. 102 സീറ്റുകൾ അല്ലെ 100 സീറ്റിന് മുകളിൽ കിട്ടും, പിന്നെ 3 സീറ്റുകൾക്ക് BJP കിട്ടും, ഇത്ര MLA ഇവിടെ തോക്കും, അല്ലെ ഇത്ര മന്ത്രിമാർ LDF അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തോൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നല്ലേ. അങ്ങനെ ഒരു പ്രവചന സിംഹം കൂടിയാണ് നമ്മുടെ സതീശനണ്ണൻ. എന്തായാലും ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി, ജനങ്ങൾ തന്നെ മാറ്റി പറഞ്ഞു തുടങ്ങുന്നൊരു സമയമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.